ഹായ്, നമസ്കാരം. ഞാൻ പ്രദീപ്. വെൽക്കം ടു ഹൈമാസ് വിഷൻ. ഏതൊരാളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണല്ലോ ഹാപ്പിനെസ് അഥവാ സന്തോഷപ്രദമായ ഒരു ജീവിതം. നമ്മൾക്ക് ഹാപ്പിയായിരിക്കാൻ ആവശ്യമായ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഹെൽത്ത്, മറ്റൊന്ന് വെൽത്ത്. ഒന്ന് ഹെൽത്ത്, മറ്റൊന്ന് വെൽത്ത്. ഇവ രണ്ടും ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം, നാം ശ്വസിക്കുന്ന എയർ, നാം കുടിക്കുന്ന വെള്ളം ഏറ്റവും മികച്ചതാണെങ്കിൽ നമുക്ക് മികച്ച ആരോഗ്യത്തിന്റെ ഉടമയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, അല്ലെ? അതുപോലെ തന്നെ ലൈഫിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് സാമ്പത്തികം അഥവാ വെൽത്ത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ പണം എപ്പോഴും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഇവയ്ക്ക് രണ്ടും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഹാപ്പി ഹെൽത്ത് ഇന്ത്യ. ഹാപ്പി ഹെൽത്ത് ഇന്ത്യ കമ്പനി പഞ്ചാബ് ലുധിയാന ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 38 വർഷമായി കമ്പനി ആയുർവേദിക് പ്രൊഡക്ട്സിന്റെ റിസർച്ചിലും മാനുഫാക്ചറിംഗിലും ഡിസ്ട്രിബ്യൂഷനിലും അതുപോലെ തന്നെ ഗാർമെന്റ്സ് രംഗത്തൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. കമ്പനിയുടെ MD ഡോക്ടർ സന്തോഷ് സിംഗ്. കമ്പനിയുടെ മിഷൻ Yes to health and yes to wealth. നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് സമ്പന്നതയിലേക്ക് പോവുക, അങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2015 HHI എന്ന് പറഞ്ഞൊരു ബ്രാൻഡില് പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് ഇറക്കാൻ തുടങ്ങിയത്. ഇന്ന് 10 കാറ്റഗറിയിലായി 450 പരം പ്രൊഡക്ട്സുകൾ ഡീൽ ചെയ്യുന്ന വളരെ വലിയൊരു കമ്പനിയായി ഹാപ്പി ഹെൽത്ത് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കമ്പനിക്ക് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറേയധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ 1, ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് നൽകുന്നു എന്നതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സിനേക്കാൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുകൾ സൂചിപ്പിച്ച പോലെ തന്നെ 10 കാറ്റഗറിയിലായി നമുക്ക് നൽകുന്നുണ്ട്. FMCG, വീട്ടിലുപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, സാൾട്ട് മുതൽ പൾസസ്, മസാലകൾ തുടങ്ങി ശർക്കര, പാചക എണ്ണ, തേയില, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്ട്സുകളാണ് കമ്പനി ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലഭ്യമാക്കുന്നത്. അതോടൊപ്പം വെൽനസ്, നമ്മുടെ ആരോഗ്യ പരിപാലനം, നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വേണ്ടത്ര പോഷകങ്ങൾ കൃത്യമായ അളവിൽ കൃത്യസമയത്ത് ശരീരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇൻസ്റ്റന്റ് യുഗത്തിൽ നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ പൗഡർ ഫോമിലും ക്യാപ്സ്യൂൾ ഫോമിലും ജ്യൂസ് ഫോമിലുമായി 200-ലധികം പ്രൊഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്ത് തരുന്ന ഒരു കമ്പനിയാണ് ഹാപ്പി ഹെൽത്ത് ഇന്ത്യ. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഹെൽത്തി ഫുഡ്. മായം ചേരാത്തതും കെമിക്കൽ അടങ്ങാത്ത ധാരാളം പാക്കറ്റ് ഫുഡുകളാണ് കമ്പനി അതിൽ തരുന്നത്. ദെൻ നമുക്ക് ഹോം കെയർ പ്രൊഡക്റ്റുകൾ, വീട് ക്ലീൻ ചെയ്യാൻ ആവശ്യമായ ക്ലീനിങ് സൊല്യൂഷൻസ്, കൂടാതെ അഗ്രികൾച്ചർ, നമ്മുടെ മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യുക, മണ്ണിന്റെ ഘടന കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൃഷിയെ സംരക്ഷിക്കുക, കൃഷിയുടെ വിളവ് വർദ്ധിപ്പിക്കുക, അപ്രകാരം ഒട്ടനവധി പ്രൊഡക്ട്സുകളാണ് കമ്പനി ആ ഒരു കാറ്റഗറിയിൽ തരുന്നതെങ്കിൽ വെറ്റിനറി, പക്ഷിമൃഗാദികളുടെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ പ്രൊഡക്ട്സുകൾ, കൂടാതെ പേഴ്സണൽ കെയർ, വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഷാംപൂ, അങ്ങനെ തുടങ്ങി സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും കളർ കോസ്മെറ്റിക് ഐറ്റംസ് ആയ നെയിൽ പോളിഷും ലിപ്റ്റിക്കും വരെ കമ്പനി ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർമെന്റ്സ്, തുണിത്തരങ്ങളുണ്ട്, ഫുഡ്വെയർ, ചെരുപ്പുകൾ, ആക്സസറീസ്,
ഗോൾഡ് പ്ലേറ്റഡ്, സിൽവർ പ്ലേറ്റഡ് ആഭരണങ്ങൾ, കൂടാതെ നാം കുടിക്കുന്ന വെള്ളം അത് ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ ആവശ്യമായ ആൽക്കലൈസർ കമ്പനി നമുക്ക് ഇതോടൊപ്പം തരുന്നുണ്ടാവും. അപ്രകാരം ധാരാളം പ്രൊഡക്റ്റുകളാണ് ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കുന്ന മറ്റ് കമ്പനികളുടെ പ്രൊഡക്ട്സിനെ അപേക്ഷിച്ച് ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ ഹാപ്പി ഹെൽത്തിന്റെ നമുക്ക് ലഭ്യമാക്കുന്നു. 2, റീസണബിൾ പ്രൈസ്. ഏതൊരു സാധാരണക്കാരന് പോലും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന വിലയിൽ നമുക്ക് കമ്പനി ആ പ്രൊഡക്ട്സുകളൊക്കെ ലഭ്യമാക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 3, കമ്പനി ടു കൺസ്യൂമർ. കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെയോ പരസ്യക്കാരുടെയോ അകമ്പടിയില്ലാതെ ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഒരു വിപണന രീതിയാണ് കമ്പനി തുടർന്നു വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. നോർമലി പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ധാരാളം പ്രൊഡക്റ്റുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരാണ്. ഒരു 100 rupees MRP ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായി നമ്മൾ വാങ്ങുന്നത് എപ്പോഴും റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ആണ്. നാം പോയി വാങ്ങുന്ന ഒരു ഷോപ്പുകാരൻ പോലും ആ പ്രൊഡക്റ്റുകൾ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അത് മാനുഫാക്ചർ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനിയാവും. ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 100 രൂപ MRP ഉള്ള പ്രൊഡക്റ്റിന് അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രോഫിറ്റ് ഉൾപ്പെടെ കമ്പനിക്ക് ആവശ്യമായിരിക്കുന്നത് 35% ആണ്. എന്നിരിക്കെ ആ പ്രൊഡക്റ്റ് കമ്പനിയിൽ നിന്നും ഒരു കൺസ്യൂമറിലേക്ക് എത്തുമ്പോഴത്തേക്ക് 100 രൂപയായി മാറുന്നുണ്ടെങ്കിൽ അത് ഉൽപാദകനും ഉപഭോക്താവിനും ഇടയിലായിട്ട് 65% തുക ഏതൊരു കമ്പനിയും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ മാർക്കറ്റിംഗ് എന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റീറ്റെയിൽ ഷോപ്പുകാരൻ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് ഹോൾസെയിലറുടെ പക്കൽ നിന്നും, ഹോൾസെയിലർ, സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആൻഡ് C&F ഏജന്റ്. ഇങ്ങനെ കമ്പനിക്കും കൺസ്യൂമറിനും ഇടയിലായിട്ട് മെയിനായിട്ടും ഒരു 5 ഇടനിലക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ 65%, 45% ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ബാലൻസ് ഉള്ള 20% അഡ്വർടൈസ്മെന്റ് വേണ്ടി ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഉള്ള ബിസിനസ് രീതിയെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മെജോറിറ്റി ആൾക്കാർക്കും അറിയാവുന്നത്. ഇതിനെ നമുക്ക് വിളിക്കാം ട്രഡീഷണൽ ബിസിനസ് അഥവാ പരമ്പരാഗത രീതിയിലുള്ള ബിസിനസ്. നമ്മുടെ പൂർവികരുടെ കാലം മുതലേ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് രീതിയാണിതെങ്കിൽ ഹാപ്പി ഹെൽത്ത് ഇന്ത്യ ഇപ്രകാരം അല്ല വർക്ക് ചെയ്യുന്നത്. ഹാപ്പി ഹെൽത്ത് ഇന്ത്യ വർക്ക് ചെയ്യുന്നത് ഈ വന്നിരിക്കുന്ന ഇടനിലക്കാരെയും പരസ്യക്കാരെയും പൂർണ്ണമായും അവോയ്ഡ് ചെയ്തുകൊണ്ട് കമ്പനി മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്ട്സ് ഡയറക്റ്റ് അതിന്റെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നു. ആയതിനാൽ ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട് ഈ 65% കമ്പനി ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരുന്ന അതിമനോഹരമായ ഒരു ബിസിനസ് കൺസെപ്റ്റാണ് ഹാപ്പി ഹെൽത്ത് ഇന്ത്യ. ഇവിടെ ഈ 65% പണം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, 1, 18 വയസ്സ് തികഞ്ഞിരിക്കണം. സ്വന്തമായിട്ട് ID പ്രൂഫും അഡ്രസ് പ്രൂഫും ഉണ്ടെങ്കിൽ നമുക്കിവിടെ രജിസ്ട്രേഷൻ എടുക്കാം. രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരാളും പിന്നീട് കമ്പനിയിൽ അറിയപ്പെടുന്നത് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ഉള്ള ക്രൈറ്റീരിയ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മുതൽ മുടക്കിന്റെ ആവശ്യമില്ലാതെ, ഒരു രജിസ്ട്രേഷൻ ഫീയുടെ ആവശ്യമില്ലാതെ ഏതൊരു സാധാരണക്കാരനും സിമ്പിളായി വലിയൊരു ബിസിനസ് ഓണറായി മാറാനുള്ള അവസരമാണ് ഹാപ്പി ഹെൽത്ത് ഇന്ത്യ നമ്മുടെ മുമ്പിലേക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റെടുത്താൽ നമുക്കുള്ള മെച്ചം എന്താണ്? നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് വരാം. 4ാമത്തെ പോയിന്റ്, ബെസ്റ്റ് കോമ്പൻസേഷൻ പ്ലാൻ. ബെസ്റ്റ് കോമ്പൻസേഷൻ പ്ലാൻ, ഏറ്റവും മികച്ച ഇൻകം തരുന്ന ഒരു പ്ലാനാണ് ഹാപ്പി ഹെൽത്തിന്റെ നമ്മുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇതിന്റെ കോമ്പൻസേഷൻ പ്ലാനില് ആദ്യം നമുക്ക് നോക്കാം കസ്റ്റമർ ബെനിഫിറ്റ്. Approximately
50% കസ്റ്റമർ ബെനിഫിറ്റ് ആയിട്ട് കമ്പനി നൽകുന്നത്. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സപ്പോസ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഒരു ഫാമിലി എടുത്താൽ പോലും മിനിമം ഒരു 3000 റുപ്പീസിന്റെ പ്രൊഡക്ട്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫാമിലിയാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു ഫാമിലി ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുത്ത ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ടർ അയാള് MRP കൊടുക്കേണ്ടതില്ല. അവർ പേ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് അഥവാ DP എമൗണ്ട് ആണ്. 3000 റുപ്പീസ് MRP ഉള്ള പ്രൊഡക്റ്റിന് നമ്മൾ പേ ചെയ്യേണ്ടത് 2500 റുപ്പീസേ ഉള്ളൂ. അതായത് 3000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2500 രൂപയാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടറായി രജിസ്ട്രേഷൻ എടുത്ത ആളാണ് നമ്മളെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഡിസ്കൗണ്ട്. നോർമലി നമുക്ക് 15% മുതൽ 30% വരെയാണ് കമ്പനി ഡിസ്കൗണ്ട് അനുവദിച്ചിരിക്കുന്നത്. നമുക്ക് ആവറേജ് എടുത്താൽ 20%. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം ഒരു 500 റുപ്പീസ് നമുക്ക് ഇവിടെ ലാഭിക്കുവാൻ സാധിക്കുന്നു. അടുത്ത ഒരു ബെനിഫിറ്റ്, രണ്ടാമത്തെ കസ്റ്റമർ ബെനിഫിറ്റ് ആണ് ഫ്രീ പ്രൊഡക്ട്സ്. എന്താണ് ഫ്രീ പ്രൊഡക്ട്സ്? 2500 രൂപ DP റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് അത് മിക്സ് ചെയ്ത് ഹാപ്പി ഹെൽത്തിന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു 40% BV അഥവാ ബിസിനസ് വോളിയമായിട്ട് കമ്പനി കണക്കാക്കും. അപ്പോൾ 2500 രൂപയുടെ പർച്ചേസ് സിംഗിൾ ബില്ലായിട്ടോ മൾട്ടിപ്പിൾ ബില്ലായിട്ടോ ചെയ്യാം, നോ പ്രോബ്ലം. ഒരു മാസം കൊണ്ട്, മാസത്തിന്റെ സ്റ്റാർട്ടിംഗ് ടു എൻഡ്, ഈ ഒരു സമയത്തിനുള്ളിൽ 1000 വോളിയം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് രണ്ടാമത്തെ ബെനിഫിറ്റ് ആയ ഫ്രീ പ്രൊഡക്ട്സ് DP വാല്യൂവിൽ ഒരു 300 റുപ്പീസിന്റെ പ്രൊഡക്ട്സ് ആണ് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നത്. അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. DP റേറ്റ് 300 റുപ്പീസ്. ഇനി കുറച്ചുകൂടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിയ ഒരു ഫാമിലി ആണെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ 2000 വോളിയം ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ 600 രൂപ DP റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അത് 3000 വോളിയമായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 900 രൂപയുടെയും 4000 വോളിയമായി ഉയർത്തിയ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ 1200 രൂപയുടെയും പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. ഇതെല്ലാം മാസവുമുള്ള പെർമനന്റ് ഓഫറാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 1000 ബിസിനസ് വോളിയെ കുറിച്ചാണ്. അപ്പോൾ മൂന്നാമത്തെ കസ്റ്റമർ ബെനിഫിറ്റ് ക്യാഷ് ബാക്ക് ബോണസ്. 1000 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ 70 രൂപ മുതൽ 240 രൂപ വരെയാണ് ആ വ്യക്തിക്ക് ആ പർച്ചേസിലൂടെ നേടാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ 240 രൂപ എടുക്കാം. അതിനു പുറമെ നാലാമതായിട്ടൊരു കസ്റ്റമർ ബെനിഫിറ്റ് ഉണ്ട്. അതിന് നമുക്ക് പറയാം കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. എന്താണ് കൺസിസ്റ്റൻസി ബെനിഫിറ്റ്? ആ പേരിൽ തന്നെയുണ്ട്. കൺസിക്യൂട്ടീവ് 4 മന്ത്സ്, തുടർച്ചയായ 4 മാസങ്ങൾ നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. അങ്ങനെ വാങ്ങിയാൽ 5ാമത്തെ മാസം 1000 ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഉള്ള പ്രൊഡക്റ്റ് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കും. ഇത് 4 മാസം കൊണ്ട് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അതിന് 4 മാസങ്ങളായിട്ട് ഭാഗിച്ചാൽ 250 രൂപ എന്നുള്ളത് നമുക്ക് മന്ത്ലി ബെനിഫിറ്റ് ആയിട്ടും കണക്കാക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ 1290 രൂപയുടെ ബെനിഫിറ്റ് ആണ് ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ലഭിച്ചിരിക്കുന്നത്. 2500 രൂപ അല്ലെങ്കിൽ 1000 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അവർ വാങ്ങിയ എമൗണ്ടിന്റെ അപ്രോക്സിമേറ്റ്ലി 50% മേലെ അവർക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ വില കുറവിലാണ് ഹാപ്പി ഹെൽത്തിന്റെ നിന്നും പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നത്, അതും ബെറ്റർ ക്വാളിറ്റി. ഈ വിവരം നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് അറിയില്ല. അവരിലേക്ക് ഈ കൺസെപ്റ്റ് എത്തിച്ചു കൊടുത്താൽ നമുക്ക് എന്താണ് മെച്ചം നമുക്ക് നോക്കാം.
ഡെയിലി ഇൻകം. ഒരു ദിവസം 10,000 രൂപ വരെയാണ് കമ്പനി ഡെയിലി ഇൻകമായി നമുക്ക് നൽകുന്നത്. ഒരു മാസത്തിൽ 30 ദിവസങ്ങളുണ്ടെങ്കിൽ 30 ദിവസവും ഇത് തന്നെ ആവർത്തിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം കൊണ്ട് 3 lakhs റുപ്പീസ് വരെ ഒരു മാസം കൊണ്ട് ഡെയിലി ഇൻകമായി നേടുവാൻ സാധിക്കുന്നു. അടുത്തൊരു ഇൻകമാണ് നമുക്ക് വീക്ക്ലി ഇൻകം. വീക്ക്ലി ഇൻകം ഒരാഴ്ചയിൽ 5 lakhs വരെയാണ് വീക്ക്ലി ഇൻകമായി ഏൺ ചെയ്യുവാൻ സാധിക്കുന്നത്. അത് തുടർച്ചയായ 4 ആഴ്ചകളിലും ആവർത്തിച്ചാൽ 20 lakhs ആണ് നമുക്ക് കമ്പനിയിൽ നിന്നും വീക്ക്ലി ഇൻകമായി ഏൺ ചെയ്യുവാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇൻകമാണ് റിവാർഡ് ബോണസ്. 1000 റുപ്പീസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. 1000 to 2.5 CR. ടോട്ടൽ റിവാർഡ് ബോണസ് എടുത്താൽ 4.5 CR. അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഇൻകമാണ് മന്ത്ലി ഇൻകം. മന്ത്ലി ഇൻകം ലഭിക്കുന്നു അൺലിമിറ്റഡ്. എത്രയാണോ കമ്പനിക്ക് നമ്മൾ ബിസിനസ് കൊടുക്കുന്നത് ആനുപാതികമായി അൺലിമിറ്റഡ് ഇൻകം ഏൺ ചെയ്യാൻ കഴിയുന്നു. ഇതാണ് കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ. നമുക്കിനി ഓരോ ഇൻകവും എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഡെയിലി ഇൻകം. ഡെയിലി ഇൻകം അറിയപ്പെടുന്നത് മറ്റൊരു പേരിൽ കൂടിയാണ്. അതറിയപ്പെടുന്നത് ബൂസ്റ്റർ ഇൻകം എന്നും പറയും. ഡെയിലി ഇൻകം അഥവാ ബൂസ്റ്റർ ഇൻകം. ബൂസ്റ്റർ ഇൻകം നമുക്ക് കമ്പനി നൽകുന്നത് ബൂസ്റ്റർ പ്രൊഡക്ട്സുകളുടെ ബിസിനസ്സിലൂടെയാണ്. ബൂസ്റ്റർ പ്രൊഡക്ട്സുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാറ്റഗറിയാണ് കമ്പനി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വെൽനസ് പ്രൊഡക്റ്റുകൾ. ഏതാണ്ട് 200-ലധികം പ്രൊഡക്റ്റുകളാണ് കമ്പനി ആ ഒരു കാറ്റഗറിയിൽ ഡീൽ ചെയ്യുന്നത്. ആ മുഴുവൻ പ്രൊഡക്റ്റുകളും കമ്പനി ബൂസ്റ്റർ പ്രൊഡക്റ്റുകളായിട്ട് പരിഗണിച്ചിരിക്കുന്നു. 2 വെറ്റിനറി. പക്ഷിമൃഗാദികളുടെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ കംപ്ലീറ്റ് പ്രൊഡക്റ്റുകളും ബൂസ്റ്റർ പ്രൊഡക്റ്റുകളാണ്. ഒപ്പം അഗ്രികൾച്ചർ. കൃഷിയുടെ വിളവ് വർദ്ധിപ്പിക്കുക, കൃഷിയെ പരിപോഷിപ്പിക്കുക, ആ കാറ്റഗറിയിൽ വരുന്ന മുഴുവൻ പ്രൊഡക്റ്റുകളും ബൂസ്റ്റർ പ്രൊഡക്ട്സുകളാണ്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ നിന്നും ബൂസ്റ്റർ പ്രൊഡക്ട്സുകൾ 3000, 6000, 9000 എന്നീ എമൗണ്ടുകളുടെ പ്രൊഡക്റ്റുകൾ ലൈഫിൽ ഒരു പ്രാവശ്യം വാങ്ങുന്നതോടുകൂടി നമ്മൾ ഹാപ്പി ഹെൽത്തിന്റെ എല്ലാ ഇൻകത്തിനും ലൈഫ് ടൈം ആക്റ്റീവ് ആകുകയാണ്. സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത് ഈ 9,000ന്റെ എമൗണ്ട് ആണ്. സപ്പോസ് MRP 11,000 രൂപയുള്ള പ്രൊഡക്റ്റ് ആണ് DP 9,000 നമുക്ക് കമ്പനി തരുന്നത്. അതില് കമ്പനി ബൂസ്റ്റർ പോയിന്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ബൂസ്റ്റർ പോയിന്റ് ആണ് കമ്പനി അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ബിസിനസ് വോളിയം അഥവാ BV 1200 ഫിക്സ് ചെയ്തിരിക്കുന്നു. റിവാർഡ് പോയിന്റുകൾ കമ്പനി നൽകിയിരിക്കുന്നത് ഒരെണ്ണമാണ്. ഇപ്രകാരം നോക്കുമ്പോൾ ബൂസ്റ്റർ പോയിന്റുകൾ എത്രമാത്രമാണോ നമ്മുടെ ടീമിൽ മാച്ച് ചെയ്യുന്നത് അതിന് ആനുപാതികമായിട്ട് ഡെയിലി ഇൻകം നമുക്ക് ലഭിക്കുന്നു. ബിസിനസ് വോളിയം എത്രയാണോ ആ ബിസിനസ് വോളിയം വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീക്ക്ലി ഇൻകവും മന്ത്ലി ഇൻകവും കമ്പനി നമുക്ക് നൽകുന്നു. റിവാർഡ് പോയിന്റ് എത്രയാണോ കമ്പനിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ആനുപാതികമായി റിവാർഡ് ബോണസ് ലഭിക്കുന്നു. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് വ്യക്തമാക്കാം. സപ്പോസ് ഇത് നമ്മളിങ്ങനെ ഒരു 9,000ന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ബിസിനസ്സിൽ ആക്ടിവേഷൻ നടത്തുന്നു എന്ന് കരുതുക. അതിനുശേഷം നമുക്ക് ഇൻകം ലഭിക്കുവാനായി 2 ടീമുകളാണ് ഇവിടെ ആവശ്യമുള്ളത്. ആ ടീമിന് നമുക്ക് പേരിടാം ഓർഗനൈസേഷൻ 1 ആൻഡ് ഓർഗനൈസേഷൻ 2. ഓർഗനൈസേഷൻ 1ൽ നമ്മുടെ ഫ്രണ്ടായ എക്സിനെ സ്പോൺസർ ചെയ്യുന്നു.
ട്യൂബിൽ നമ്മുടെ മറ്റൊരു ഫണ്ടായ YAയും സ്പോൺസർ ചെയ്യുന്നു. ഇരുവരും നമ്മുടെ ടീമിലെ ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാരാണ്. ഇവരും അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ അവിടെയും എക്സാമ്പിൾ എടുക്കുന്നത് ഈ 9,000 എമൗണ്ടിന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ബൂസ്റ്റർ പോയിന്റിനെ ആണ്. ബൂസ്റ്റർ പോയിന്റ് ഒരെണ്ണം വന്നു. ഓർഗനൈസേഷൻ 1ലും 2ലും ഓരോ ബൂസ്റ്റർ പോയിന്റുകൾ വന്നു. അപ്പം എപ്പോഴാണോ യു എന്ന് പറയുന്ന വ്യക്തിയുടെ ഓർഗനൈസേഷൻ 1ലും 2ലും ഓരോ ബൂസ്റ്റർ പോയിന്റുകൾ മാച്ച് ചെയ്യുന്നത്, അപ്പോൾ അദ്ദേഹത്തിന്റെ ഡെയിലി ഇൻകം എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഒരു ബൂസ്റ്റർ പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ ആർക്കാണോ അങ്ങനെ ഓർഗനൈസേഷൻ 1ലും 2ലും ഓരോ ബൂസ്റ്റർ പോയിന്റ് മാച്ച് ചെയ്തിരിക്കുന്നത്, അപ്പോൾ 1000 രൂപ ഡെയിലി ഇൻകം ആയിട്ട് ലഭിക്കും. അങ്ങനെ ഒരു ദിവസം 10 ബൂസ്റ്റർ പോയിന്റ് മാച്ച് ചെയ്താൽ 10,000 രൂപയാണ് കമ്പനി ഡെയിലി ഇൻകമായി നൽകുന്നത്. ചിന്തിക്കുക, ഒരു ബൂസ്റ്റർ പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ 1000 രൂപയാണെങ്കിൽ 10 ബൂസ്റ്റർ പോയിന്റ് ഒരു ദിവസം മാച്ച് ചെയ്താൽ 10,000 രൂപ ക്യാഷ് ആയിട്ട് ലഭിക്കും. അങ്ങനെ ഒരു ദിവസം 10 വന്നാൽ എക്സസ് വരുന്നത് നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനത്തെ സംവിധാനം കൂടെ കമ്പനിക്കുണ്ട്. നമ്മളൊരു തുടക്കക്കാരനാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് 10 ബൂസ്റ്റർ പോയിന്റുകളാണ് നമുക്ക് മാച്ച് ചെയ്യിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ ഡെയിലി ഇൻകം എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് കരുതുക. ഇത് ഡെയിലി ഇൻകം ആണ്. ഒരാഴ്ച കൊണ്ട് നമ്മൾ കമ്പനിക്ക് കൊടുത്ത ബിസിനസ് ആണ്. ഡെയിലി ഇൻകം ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബൂസ്റ്റർ പോയിന്റുകൾ കൂടാതെ എന്തുണ്ട്? ബിസിനസ് വോളിയം ഉണ്ട്. അപ്പോൾ ബിസിനസ് വോളിയം വന്നിരിക്കുന്നത് ഒരു ബിസിനസ്സിൽ 1200 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 മാച്ച് ചെയ്യുന്ന എക്സാമ്പിൾ ആണല്ലോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 1200 × 10. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടിയിരിക്കുന്നത് 12,000 ആണ്. 12,000 വോളിയം ഓർഗനൈസേഷൻ 1ലും 2ലും നമുക്ക് മാച്ച് ചെയ്തു. അപ്പോൾ അതിന്റെ വീക്കിലി ഇൻകം കമ്പനി നമുക്ക് നൽകുന്നുണ്ടാവും. അപ്പോൾ വീക്കിലി ഇൻകം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീക്കിലി ഇൻകം ആഴ്ചയിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെയാണല്ലോ വീക്കിലി ഇൻകമായി കമ്പനി തരുന്നത്. അത് തുടർച്ചയായ 4 ആഴ്ചയും ആവർത്തിച്ചാൽ ഞാൻ ഓൾറെഡി സൂചിപ്പിക്കുകയുണ്ടായി 20 lakhs ആണ് ഒരു മാസം കൊണ്ട് നമുക്ക് വീക്കിലി ഇൻകമായി ഏൺ ചെയ്യുവാൻ കഴിയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്? അതിന് നമുക്ക് പറയാം മാച്ചിങ് ബോണസ്. മാച്ചിങ് ബോണസ് എത്ര ബിസിനസ് വോളിയം ആണോ നമ്മൾ ഓരോ ആഴ്ചയിലും കമ്പനി കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന വോളിയത്തിന്റെ 12% നമുക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് കമ്പനി തരുന്നുണ്ടാവും. 12% മാച്ചിങ് ബോണസായി നമുക്ക് കമ്പനി നൽകുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ഒരാഴ്ച കൊണ്ട് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 12,000 ബിസിനസ് വോളിയം. ഇത് കൂടാതെ നമ്മുടെ ടീമില് ധാരാളം വ്യക്തികളുണ്ട്. അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിന് നമുക്ക് പറയാം റീപർച്ചേസ്. ഒരു 13,000 വോളിയം വരുന്ന റീപർച്ചേസ് നമ്മുടെ ഓർഗനൈസേഷൻ 1ലും 2ലും വന്നു എന്ന് കരുതുക. അങ്ങനെ ബൂസ്റ്റർ ബിസിനസ്സിലൂടെയും റീപർച്ചേസിലൂടെയും വന്നിരിക്കുന്ന ബിസിനസ് വോളിയം ഒരാഴ്ച കൊണ്ട് നമുക്കൊരു 25,000 കമ്പനിക്ക് കൊടുക്കാൻ സാധിച്ച ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 25,000 വോളിയമാണ് നമ്മൾ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. എത്ര വോളിയം കൊടുത്താലും അതിന്റെ 12% കമ്പനി നമുക്ക് മാച്ചിങ് ബോണസായി നൽകുക. അപ്പോൾ 25,000ന്റെ 12% അത് നമുക്കറിയാം 3,000 രൂപയാണ് നമുക്ക് വീക്കിലി ഇൻകമായി ഈ ഒരു ബിസിനസ്സിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അത് കൂടാതെ അങ്ങനെ ഓരോ ആഴ്ചയിലും എത്രമാത്രം വോളിയമാണ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നത്, അതിന്റെ 12% ഒരാഴ്ചയിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ വീക്കിലി ഇൻകമായി ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇത് കൂടാതെ മറ്റൊരു ഇൻകമാണ് റിവാർഡ് ബോണസ്. റിവാർഡ് ബോണസ് 1000 രൂപയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.5 കോടി രൂപ വരെ 2.5 കോടി രൂപ വരെയാണ്
റിവാർഡ് ബോണസായി നമുക്ക് ലഭിക്കുന്നത്. ടോട്ടൽ റിവാർഡ് ബോണസ് എടുത്താൽ 4.5 CR 4.5 കോടി രൂപ വരെയാണ് റിവാർഡ് ബോണസായി കമ്പനി നൽകുക. ഓർഗനൈസേഷൻ 1ലും 2വിലും 10 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ ക്യാഷായി ലഭിക്കുന്നത് 1000 രൂപയാണ്. അത് 25 പോയിന്റുകൾ മാച്ച് ചെയ്താൽ 2100 രൂപ ലഭിക്കും. 50 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3 നൈറ്റ് 4 ഡേയ്സ് ഡൊമസ്റ്റിക് ട്രിപ്പ് നൽകുന്നു. 100 പോയിന്റുകൾ മാച്ച് ചെയ്താൽ ക്യാഷായി ലഭിക്കുന്നത് 10,000 റുപ്പീസ് ആണ്. 10,000 രൂപ കിട്ടും. അങ്ങനെ 100, 250, 500, 1200, 2500, 5000, 10000, 25,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം. 2 ലക്ഷം പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ ആ മാച്ചിങ്ങിന് മാത്രമായി 2.5 കോടി രൂപ കിട്ടുന്നു. ഇതാണ് റിവാർഡ് ബോണസ്. അങ്ങനെ നോക്കുമ്പോ ആവറേജ് ഒരു റിവാർഡ് പോയിന്റ് മാച്ച് ചെയ്താൽ നമുക്ക് ഒരു 100 റുപ്പീസ് ആണ് അതിന്റെ ക്യാഷ് വാല്യൂ എന്ന് പറയുമ്പോൾ. നമുക്ക് നോക്കാം. ഈ എക്സാമ്പിൾ പ്രകാരം നമ്മൾ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് 10 ബൂസ്റ്റർ ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിൽ ഒരു റിവാർഡ് പോയിന്റ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ ഇവിടെ നമുക്ക് റിവാർഡ് പോയിന്റായി വന്നിരിക്കുന്നത് 10 ബിസിനസ് ആണ് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. 10 റിവാർഡ് പോയിന്റ് നമുക്കിവിടെ മാച്ച് ആകുന്നു. റിവാർഡ് പോയിന്റ് ടോട്ടൽ വന്നിരിക്കുന്നത് 10 എണ്ണം മാച്ചായി. അപ്പോൾ ഒരു പോയിന്റിന്റെ വില 100 രൂപയാണെങ്കിൽ നമുക്കിവിടെ അത് ലഭിക്കുന്നത് 1000 രൂപയായിരിക്കും. അങ്ങനെ ടോട്ടൽ 25,000 ബിസിനസ് വോളിയം കമ്പനിക്ക് മാച്ച് ചെയ്ത് കൊടുത്തപ്പോ കമ്പനിയിൽ നിന്ന് ഡെയിലി ഇൻകമായി നമുക്ക് വന്നിരിക്കുന്നു 10,000 രൂപ. ആ സെയിം ബിസിനസിന് 3,000 രൂപ വീക്കിലി ഇൻകം ലഭിച്ചിരിക്കുന്നു. ആ സെയിം ബിസിനസിന് നമുക്ക് റിവാർഡ് ബോണസ് ആയി തന്നിരിക്കുന്നത് 1000 രൂപയാണ്. ടോട്ടൽ 25,000 വോളിയത്തിൽ നിന്ന് നമുക്ക് 14,000 രൂപയാണ് ആ വീക്കിൽ ടോട്ടൽ ഏൺ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം ബിസിനസ്, ഇത്രയും ഇൻകം തന്ന ബിസിനസ് നേരെ കമ്പനിയാണ് ഈ മന്ത്ലി ഇൻകത്തിലേക്ക് പരിഗണിക്കുന്നു. നമുക്ക് മന്ത്ലി ഇൻകം ഒന്ന് നോക്കാം. മന്ത്ലി ഇൻകം ലിമിറ്റേഷൻ ഒന്നുമില്ല. എത്ര ബിസിനസ് കൊടുക്കുന്നുണ്ടോ ആനുപാതികമായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ഇപ്പൊ ഈ എക്സാമ്പിൾ പ്രകാരം ഓർഗനൈസേഷൻ 1ലും 2വിലും നമ്മൾ നൽകിയിരിക്കുന്നത് 25,000 ബിസിനസ് വോളിയമാണ്. അത് തുടർച്ചയായ 4 ആഴ്ചകളിൽ ഇത് തന്നെ ആവർത്തിച്ചു എന്ന് കരുതുക. അപ്പോൾ കമ്പനിയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ലക്ഷം ബിസിനസ് വോളിയമാണ് ഒരു മാസം കൊണ്ട്. 1 ലക്ഷം ബിസിനസ് വോളിയം ഒരു മാസം കൊണ്ട് നമ്മൾ കമ്പനി കൊടുത്ത ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ തുടർന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ബിസിനസ് വോളിയമാണോ കമ്പനി കൊടുക്കുന്നത് ആനുപാതികമായി ഇൻകം കിട്ടും. ഇനിയും 2,500 വോളിയം കൊടുത്തുള്ളൂ, 5,000 വോളിയം കൊടുത്തുള്ളൂ, 10,000, 25,000, അതൊന്നും കമ്പനിക്ക് പ്രശ്നമല്ല. ഒരു മാസം കൊണ്ട് നമുക്ക് എത്ര വോളിയമാണോ കമ്പനി കൊടുക്കാൻ സാധിച്ചത് ആ മുഴുവൻ വോളിയത്തിന്റെയും ഇൻകം നമുക്ക് മന്ത്ലി കമ്പനി നൽകുന്നുണ്ടാവും. അങ്ങനെ നോക്കുമ്പോ ഇവിടെ 1 ലക്ഷം വോളിയം കൊടുത്ത ഒരു എക്സാമ്പിൾ ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മന്ത്ലി ഇൻകത്തിന്റെ കാൽക്കുലേഷൻ വ്യക്തമായി നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോ ഷാർപ്പായിട്ട് ഒരു 1 lakh വോളിയം കൊടുത്ത സാഹചര്യമാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 25,000 വോളിയം ഒരാഴ്ചയിൽ കൊടുത്തപ്പോ 14,000 രൂപ ഏൺ ചെയ്തു ഒരു 25,000-ന്. അത് തുടർച്ചയായ 4 ആഴ്ചയും ആവർത്തിച്ച ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുകളിലേക്ക് എഴുതാം. 14,000 രൂപ. ഈ 14,000 രൂപ തുടർച്ചയായ 4 ആഴ്ചയിലും ഏൺ ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വന്നിരിക്കുന്നത് 56,000 രൂപയാണ് ഒരു മാസം കൊണ്ട് നമുക്ക് ഈ 1 ലക്ഷം വോളിയത്തിലൂടെ ഡെയിലി വീക്കിലി റിവാർഡ് ബോണസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഈ സെയിം വോളിയം, ഈ 1 lakh വോളിയം അത് മന്ത്ലി ഇൻകത്തിലേക്ക് പരിഗണിക്കുമ്പോൾ ഒരു 16,300 രൂപ കമ്പനി അതിന് നൽകുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു മാസം കൊണ്ട് നേടാൻ പറ്റിയിട്ടുള്ളത് 72,300 രൂപയാണ്. 1 ലക്ഷം വോളിയം
ഓർഗനൈസേഷൻ 1ലും 2വിലും 1 ലക്ഷം വോളിയം മാച്ച് ചെയ്യിപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് ഹാപ്പി ഹെൽത്തിന്റെ ലഭിച്ചിരിക്കുന്ന ടോട്ടൽ ഇൻകം 72,300 രൂപയാണ്. ഈ 1 ലക്ഷം എന്നുള്ളത് 10 ലക്ഷത്തിലേക്ക് മാറിയാൽ കഥ മാറി. 1 കോടി, 2 കോടി, 10 കോടി എത്ര ബിസിനസ് വോളിയം കൊടുത്താലും ആനുപാതികമായ ഇൻകം തരുന്ന മനോഹരമായ ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്, കോമ്പൻസേഷൻ പ്ലാനാണ് കമ്പനി നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. സിമ്പിൾ ആണ്, വലിയ ക്രൈറ്റീരിയകളൊന്നുമില്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് കമ്പനി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഏത് സാധാരണക്കാരനും ഈസി ആയിട്ട് പഠിച്ച് ചെയ്യാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ബിസിനസ് കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഓർഡിനറി പേഴ്സൺ ആണെങ്കിൽ ആ ഓർഡിനറി പേഴ്സണെ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആക്കി മാറ്റാൻ കഴിയുന്ന വലിയ ഒരു ബിസിനസ് ഹാപ്പി ഹെൽത്ത് ഇന്ത്യയാണ്. സിമ്പിളായി സ്റ്റാർട്ട് ചെയ്യുക, എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടുപോകാൻ കഴിയുന്ന അതിമനോഹരമായ ഈ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ്.